ഹേ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴയൊക്കെ ഉള്ള ഒരു രാവിലെ. അപ്പം നമ്മൾ നേരെ കള്ള് ഷാപ്പ് പോവുക. കാർ എടുത്തിട്ട് തന്നെ കുറേ ആയി. അതിനുള്ള ഇതൊക്കെ കാണാം. ചെറിയ പൊടിയൊക്കെ പിടിച്ചിട്ടാണുള്ളത്. അപ്പം നല്ല മഴ വെച്ചാൽ രാവിലെ നല്ല മഴ പെയ്തു. അതായത് കാലവർഷ തുടക്കം. ഇവിടെ കയറൊക്കെ കഴുകി സെറ്റാക്കി ഡക്കീരത്തിൻ്റെ അടിയിലിടുന്ന ജില്ലി. ഇത് സംഗീത ജില്ലയല്ലേ? ജില്ലയല്ലേ? ജില്ലി. നമുക്ക് കാറിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് നേരെ ചളി ജസ്റ്റ് വെള്ളം അടിച്ചിട്ട് നമുക്ക് നേരെ കള്ള് ഷാപ്പ് പോവാം. എന്നിട്ട് മതി. എന്തായാലും മഴ പെയ്യുമ്പോൾ ഇത് വൃത്തിയായിക്കോളും. സോ നമുക്ക് അടുത്ത ലാബ് നല്ല കുറയാനുള്ള. സോ നമുക്ക് നേരെ കള്ള് ഷാപ്പ് പോവുക. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോവുക. അതായത് നമ്മൾ ഒരു ലീവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പോകുന്നത്. അയ്യോ എടാ ഒരു മിനിറ്റ്. മൈക്കൊന്ന് കൂട്ടണ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടാം. ഇതൊന്ന് ടർക്കിക്കൊയ്യ. നമ്മളിങ്ങനെ മഴയത്ത് പോവാ. നല്ല മഴ രാവിലെ തന്നെ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പിന്നെ കോസായ്മുക്ക് പോണം. അതാണ് ഇന്നത്തെ പണി. എന്നിട്ട് കള്ള് ഷാപ്പ് അല്ലേ? എന്നിട്ടല്ലേ കള്ള് ഷാപ്പ് പോണം. ഫസ്റ്റ് ഫുഡ് അടിക്കാം. ഫസ്റ്റ് ഇവന്റ് എടുക്കുന്ന ആ സാധനം എടുക്കട്ടെ. ഓക്കെ. ഒരു മാസം ഓണാക്കാണ്ട് വെച്ച് സോ ഇതാണ് മഴ പെയ്തല്ലേ പിലിക്കോടിന്റെ അവസ്ഥ. താരം പോയല്ലേ. അപ്പം നമ്മൾ കാലിക്കട് ടൗണിലെത്തി. ഇതാണ് കാലിക്കട് ടൗൺ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ റോഡ് വന്നുകൊണ്ട് എല്ലാം സ്ഥലം ഫുള്ള് മാറി. ഇവിടെ ശരിക്കും പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങാണ് ഉണ്ടായത്. അതിപ്പം ഫുള്ള് റോഡ് വന്നുകൊണ്ട് എല്ലാം മാറി. പഞ്ചായത്തൊക്കെ എവിടെയാണെന്ന് പോലും ഇപ്പം അറിയില്ല. എനിക്കൊരു പഞ്ചായത്ത് എവിടെ എനിക്കും അറിയില്ല. അതിൻ്റെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് കുത്തിക്കളക്കാനെല്ലാം തുടങ്ങി. കാരണം വെച്ചാൽ ഒരു മഴ വരുമ്പോഴത്തേക്കാണ് റോഡിൻ്റെ അവസ്ഥ പാളി. സർവീസ് റോഡ് അവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട്. ഇത് എന്തിൻ്റെ ഇത്? ഓർഗാനിക് ഇത് ഇതിലത്തെ ആണല്ലേ? മറ്റേ ചെടിയെല്ലാം വെക്കുന്ന നഴ്സറീൻ്റെ വണ്ടിയാ? ഇന്നെന്തോ വെക്കുന്ന എന്തോ ഓർഗാനിക്കായ എന്തോ കണ്ടിന്യൂ ആയാല്. സോ നമ്മളിങ്ങനെ പോവാ. നല്ല മഴയാണ്. ഇടക്ക് വെള്ളക്കെട്ടലുണ്ടാവും. നമ്മളങ്ങനെ 5 മിനിറ്റ് പോലും എടുത്തില്ല കരുവള്ളൂരെത്താനായി. അതാണ് ഹൈവേ വന്നാലേ ഗുണം. അതാ ഇതാണ്ടാ സ്പീഡ് ലൈനിൽ കയറി സ്ലോ ആയിട്ട് വന്നു. അതാണ് പ്രശ്നം. അതായത് രജിസ്ട്രേഷൻ പോലും കണ്ടില്ല. പുതിയ വണ്ടിയാന്ന് തോന്നുന്നു. മഴ പെയ്യുന്നുണ്ടാ? തുടങ്ങിയ അതിൽ നിന്ന് വെള്ളം വരുന്നേ അല്ലേ? നമ്മൾ വർക്കൗട്ട് ചെയ്ത പഴയ ജിമ്മ്. അതായിരുന്നു ജിമ്മ്. ഇപ്പം ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. അമ്മേ. നേരെ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് വാങ്ങാനുള്ള സാധനം വാങ്ങിയിട്ട് നേരെ കോത്തായ്മയ്ക്കുണ്ട്. 2 മീൻ തലശ്ശേരി നമ്മൾ പോയിട്ട് വാങ്ങിയതാ. കൊറിയർ അയപ്പിച്ച. അപ്പം നമുക്ക് 2 മീനും കൂടെ എടുക്കാനുണ്ട്. അതുകൂടെ എടുത്തിട്ട് നമുക്ക് 3. എന്നിട്ട് നമുക്ക് നേരെ കോത്തായ്മക്കിലേക്ക് പോവാം. കോത്തായ്മക്ക് എന്താ മീനാ? എനിക്ക് മീനിന് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല.
വളർത്തിനി. ആ പണ്ട് വളർത്തീനി. പക്ഷെ നീ ഏറ്റവും കൂടുതൽ മീൻ വളർത്തിയ. എത്ര ക്ലാസ് വളർത്തും? ആ 4 നോട്ട്. പക്ഷെ എനിക്ക് വലിയ മീൻ ഭ്രാന്തുണ്ടായില്ല. ഞാൻ എന്ത് മീനെ മേടിച്ചിട്ടാലും അത് ചാവും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ വാങ്ങിച്ചിട്ടാലും പക്ഷെ പ്രാവേ എനിക്ക് സക്സസ് ആയിട്ടു. അതുപോലെ തന്നെ ചെടി, ഞാൻ എന്ത് ചെടിയായിട്ടാണ് തുടങ്ങും. അതാണ് പ്രശ്നം. അങ്ങനെയാണ്. എനിക്ക് അത് രണ്ടു മാത്രമേ ഏശാത്തില്ലൂ. ബാക്കിയെല്ലാം വേറെ ഒന്നും പിന്നെ try ചെയ്തിട്ടില്ല. ഇല്ല. പ്രാവിനെ നല്ലൊരു തേശിയും. പക്ഷെ അതിൽ അങ്ങോട്ടേക്ക് കീരി പിടിച്ചോണ്ട് അതും അങ്ങനെ വളി. ഒരു ദിവസം അങ്ങനെ നോക്കിയിട്ട് ഒരു ദിവസം 12 പ്രാവിനെ അങ്ങനെ എൻ്റെ 12 പ്രാവിനെ കീരി അങ്ങനെ പിടിച്ചോണ്ട്. അതായത് ഈ കീരി കഴുത്ത് ആദ്യം കടിക്കുക. കഴുത്ത് കടിച്ച് ചോര പിടിച്ച് ആടിയിടും. ഫുള്ളൊന്നും തിന്നൂല. ഒന്നിടും കീരി. അപ്പം അന്ന് കീരിയാന്ന് മനസ്സിലായി. മോനെ വിളിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഓനെ വെയിറ്റ് ചെയ്യും അവിടെ. എന്നിട്ട് 2 മീനും കൂടെ വാങ്ങിയിട്ട് നമുക്ക് നേരെ കോത്തായ്മക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓൻ വന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ. നമ്മുടെ 2 മീനിനെ എടുത്തേക്കുന്ന ചെക്കനും അഭിനവ്. ബാംഗ്ലൂരാണ് താമസം. പക്ഷെ അതെ 2 വലിയ മീൻ ഭ്രാന്തന്മാരാണ് രണ്ടും. ഞാനൊഴിച്ച് ചെറുതല്ലേ. ഇതില് കുറച്ചാ ചെടിയുണ്ട് മോണ്ടക്കാട്ട്. അത്രയുണ്ട്. മീൻ കിട്ടി. ഇതിൻ്റെ പേര് പ്ലക്കോ എന്നാണ്. എനിക്ക് ഇതിൻ്റെ പേര് അറിയില്ല. ഇത് പറയുന്നത് ചിലപ്പോൾ തെറ്റായി. തെറ്റ് പറയാണ്ടിരിക്കുക. ആ അല്ല പറഞ്ഞാ ചെലപ്പോ മാറിപ്പോ സാധനം ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട്. കാണുന്നുണ്ടോ? ഇതാണ്. ഇത് വെറൈറ്റി ഒരു സക്കർ. സക്കർ ഫിഷ് അറിയുന്നത് വലുതാവും കുറച്ചുകൂടെ. പണ്ട് സക്കർ എന്ന പേരുണ്ടാവും. ശരിക്കും അത് പ്ലക്കോ ആണ്. ഇത് പക്ഷെ നാച്ചുറൽ അക്വേറിയം അല്ലെങ്കിൽ പ്ലാന്റഡ് അക്വേറിയത്തിൽ ഇടുന്ന കുഞ്ഞി പ്ലക്കോ. പീസ്ഫുൾ ആയിട്ടുള്ള പ്ലക്കോ. മറ്റേത് വലുതാവും, എല്ലാ മീനും കടിക്കും. ഇത് കടിക്കൂലെന്ന് വിചാരിക്കുന്നു. കടിച്ചടുത്ത് ഹോട്ടൽ. സോ അങ്ങനെ നമുക്ക് മീനിനെ കിട്ടി. പ്ലാൻ 1 കഴിഞ്ഞു. ഇനി നേരെ കോത്തായ്മക്ക് പോന്നു. സോയിലാ. സോയില് അക്വേറിയം വാങ്ങണ്ട. അക്വേറിയത്തിലിടുന്ന സോയിൽ വാങ്ങും. അക്വേറിയല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 3 അക്വേരിയായി, കുറെ മീനുമായി. ഇനിയും മീൻ നമ്മള്. ശനി അക്വേറിയം വാങ്ങാൻ പറ്റൂല. നാട്ടിൽ വരുമ്പോ അമ്മക്ക് പേടിയാണ്. എന്തെങ്കിലും കൊണ്ടിരുന്നുണ്ടാവുന്നില്ല പേടി. കാരണം ഞാൻ പോയ അമ്മ നോക്കും. അതെ. സുഹിതമായിരിക്കും. പക്ഷെ ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കി എന്തിനാ കൊണ്ടൊന്ന് കൊല്ലുന്ന പറയും. നോക്കി ഒന്ന് ഇൻട്രസ്റ്റ് ആയി. ഇൻട്രസ്റ്റ് ആയിന്നല്ല, കഷ്ടപ്പാട് ഗതികേട്. വേറെ വഴിയില്ലാത്തോണ്ട്. സോ അവളങ്ങനെ ഓണക്കുന്നെത്തി. ഇവിടെ നേരെ കോത്തായ്മക്കിലേക്ക്. ഇതാണ് ഇവിടെ റോഡ് പണി നടക്കുന്നതിന്റെ ഒരു ഇത്. എപ്പോഴും റോഡില് പോയ ലാല് പകുതി പോയാ. അതന്നെ ഇതിലേ പോകുമ്പം ഓരോ തവണ ഓരോ റോഡായിരിക്കും. അത് തിരിയൂല. അതിപ്പം കുറെ സ്ഥലത്ത് അങ്ങനെയുണ്ട്. കറക്റ്റ് മനസ്സിലാവൂല. ഇന്നലെ പോയ റോഡായിരിക്കില്ല ഒരാഴ്ച കഴിഞ്ഞാല്. അതാ പ്രശ്നം. പോസ്റ്റ് നമ്മളവിടെ പോസ്റ്റ് അങ്ങനെ കത്തി പൊട്ടിത്തെറിച്ചിനി. എന്നിട്ട് ഒരു ലൈൻ പൊട്ടി വീണി. ഇതില് കയറാൻ പറ്റുമോ? തട്ടും ചാൻസ് ഉണ്ട്. കാർ എയറിലാന്നില്ലേ കുറച്ചെല്ലാം. ഭാഗ്യം തട്ടിയില്ല. ഒന്നും വാങ്ങാനില്ല. സ്ഥലമില്ല. അതന്നെ. വീട്ടിലുണ്ടോ ചെറിയ എയർ പമ്പ് വാങ്ങണമായിരുന്നു. ഉണ്ടെങ്കിൽ വാങ്ങണ്ട. ഇപ്പൊ ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. സോ നമുക്ക് ക്യാമറ വൈഡ് വ്യൂയിലിട്ട് നോക്കാം. വൈഡ് വ്യൂയിലൂടെ ഫുള്ള് കാണുന്നുണ്ട്. ഇതാണ് എന്റെ വർക്ക് ഫ്രം ഹോം. എന്താ വണ്ടി അടിച്ചതാ? അല്ലല്ല, ആരെ പാർക്ക് ചെയ്ത് വെച്ചോലെ. ബോഡി പൊട്ടി, ബ്രെയിൻ പൊട്ടിയില്ല. ചെറുങ്ങായിട്ട് ഏണിങ്ങുണ്ട്. അതെല്ലാം അടുപ്പിക്കായിരിക്കും. ഇത് രാത്രിയിലും കാണുമല്ലേ? സഡൻ ആയിട്ടായിരിക്കും എല്ലാരും നിർത്താം. എനക്ക് ഷോർട്സ് ഇടാൻ പറ്റും. പാന്റ് ഇട്ട വരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് മുട്ടിന് മുറിഞ്ഞാലുള്ള പ്രശ്നം. മുട്ടിന് മുറിഞ്ഞാൽ ഉണങ്ങയില്ല. അതായത്
ജോയിന്റ് ഇതല്ലേ സ്ഥിരം മൂവ് ചെയ്യുന്നുണ്ട്. അതെ, എങ്ങനെയാലും അനക്കണം കാല്, അതുകൊണ്ട് മെല്ലെ ഉണങ്ങില്ല, ചിലപ്പോ പഴുക്കൊല്ലും ചെയ്യും, അതാണ് പ്രശ്നം. എന്റെ ദൈവം, ആ വീണാടെ എനിക്കൊരു എന്നാ ഇന്റർലോക്ക് വരഞ്ഞു പോയിനടാ. ഓ, ഇന്റർലോക്കിൽ അറിയാ, റോഡിലൊക്കെ ഇങ്ങനെ വരഞ്ഞു പോവാ. ഊഫ്, എന്റെ അമ്മ സഹിക്കാൻ പറ്റാത്ത വേന. അല്ല അയ്യോ, ഇവനൊരു മീനെ കൊടുക്കാൻ പറ്റും. വരുമ്പോ കൊടുക്കാം, ഒന്നും കൂടെ വിളിച്ചോ. പറയാ ഈ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിന്റെ നേരെയാണ് ഷോപ്പ് വരുന്നത്. അതായത് നമ്മുടെ എമക്നന്തി ഇല്ലേ, അതിന്റെയൊക്കെ കുറച്ച് സൈഡിൽ, സെയിം സൈഡിൽ അവിടെയാണ് നമ്മുടെ കുഞ്ഞു മീൻ ഷോപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല മീനെല്ലാം ഉണ്ടാകുന്നുണ്ട്. തുറന്നിട്ടില്ല. തുറന്ന് ഷോപ്പിലെത്തി. ഇതാണ് ഷോപ്പ്. നമുക്ക് മെല്ലെ നടക്കില്ലേ? ഓ, ഡോറൻറ്റ. നമ്മള് ഷോപ്പിലെത്തി. ഇതാണ് ഷോപ്പ്. ഇവിടെ ഇതാണ് ഇവിടെ വലിയ മീൻ. ഇവിടെ കുറേ അധികം മീനുണ്ട്. ഇവിടെ താഴെ വിളിക്കണം. ഓ, ഇതെല്ലാം ഫുള്ള് മാറ്റുന്നുണ്ടല്ലേ ഇവര്? പക്ഷെ ഇവിടെ വർക്ക് നടക്കാം. അപ്പം കണ്ടോ, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇവര് മാറ്റി പുതുക്കി നല്ല സെറ്റപ്പ് ആക്കാൻ പോവാം. കണ്ടോ, ഇപ്പൊ ഇവിടെ ആളില്ല. ഇവിടെ എന്തോ പണിയെടുക്കുന്നേ. അപ്പം ഇവിടെ ആളില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. സോ നല്ല മഴ പെയ്യാനും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചു പോവാം. സക്കറിനെ പോലെ ഒരു രൂപല്ലേ? ശരിക്കും സക്കർ എന്ന് പറയുന്നത് പ്ലക്കോ ആണ്. കാറ്റ്ഫിഷ് ടൈപ്പ് സാധനം. അതിന്റെ പുതിയ സാധനം, പുതിയ പറയുന്നത് ഒട്ടിക്കട്ട പൈസ. രണ്ടിടത്തിന് അല്ല, 1 200 മീനിന് നല്ല പൈസയാണ്. അല്ല, ഇത് റയറായിട്ടുള്ള സാധനം. ഞാൻ തിന്നുന്ന മീന. നമുക്ക് ഇവിടെ നേരെ പോയി ഇനി നേരെ പോന്ന് വെച്ചാ കള്ളുഷാപ്പ്. ഇനി കള്ളുഷാപ്പ് നമ്മൾ നേരെ പോകും. ഇതാണ് ഫുഡ് കഴിക്കും. കള്ള് നമ്മൾ കുടിക്കാറില്ല പണ്ടേ, അതെ. അപ്പം കള്ളുഷാപ്പ്. അതെ, നമ്മള് ഹെൽത്ത് ഒക്കെ നോക്കി ജിമ്മിനൊക്കെ പോകുന്നതാ. ജിമ്മിൽ പോകുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച വന്നു. അതായത് കള്ളുഷാപ്പിൽ പൊതുവെ തിരക്ക് വരുന്ന വെച്ചാൽ ഞായറാഴ്ചയാണ്. ഫാമിലി ആയിട്ട് വരുന്നവരും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ. ഫുഡ് സ്പോട്ടായി ഫാമിലി ഫാമിലി പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അവിടെ ഫുഡ് കഴിക്കാനുള്ള ഇതുണ്ട്. റൂമൊക്കെ ഉണ്ട്. ഫാമിലി റൂം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എല്ലാം ഉണ്ട്. വലിയ സെറ്റപ്പ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, പക്ഷെ ഫുഡ് അടിപൊളിയാ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലെ കാണുമ്പോൾ തിന്നാലും തോന്നും. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക. പക്ഷെ ഇവിടെ അടുത്തില്ല ആൾക്കാർക്ക്. അല്ല, ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് വേഗം കിട്ടും തോന്നുന്നു. നമ്മൾ ലൊക്കേഷൻ ഇട്ടില്ല, കാരണം നമുക്ക് അടുത്തായോണ്ട് അറിയുന്ന സ്ഥലം, സ്ഥിരം പോകുന്ന സ്ഥലമായോണ്ട് നമുക്ക് ലൊക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ ഫുഡ് അന്യായ ഫുഡാണ്. അതെ, ഇവൻ നാട്ടിലെത്തിയ ഫസ്റ്റ് പോകുന്ന വെച്ചാൽ കള്ള് ഷാപ്പിലാണ്. കാരണം ബാംഗ്ലൂർ സൈഡിലൊന്നും ഇങ്ങനത്തെ ഫുഡ് കിട്ടൂല. അതുകൊണ്ട് നല്ല നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മള് കേരളത്തിൽ തന്നെ വേണം. ബാംഗ്ലൂരൊന്നും കിട്ടില്ല. അത് നമ്മള് കേരളത്തിൽ നമ്മള് വീട്ടിലാക്കുന്ന ഫുഡും പിന്നെ ഇവിടെ ഒക്കെ കിട്ടുന്ന ഫുഡും അവിടെ കിട്ടുന്ന എല്ലാം വ്യത്യാസമുണ്ട് അല്ലെ? മസാലയും അതായത് കർണാടകക്കാര് അങ്ങനത്തെ മസാല. പക്ഷെ അവിടെ എന്താക്കിയാലും ഈ ഒരു ടേസ്റ്റ് വരില്ല. ഇപ്പൊ നാട്ടിലും വേറെ ഷോപ്പിൽ പോയാലും ഈ ടേസ്റ്റ് ഇല്ല. അതാണ് കേരളത്തിലാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് വേറൊരു സ്ഥലത്തും കിട്ടില്ല. ഗോവ സൈഡിലൊക്കെ പോയാൽ തീരെ കിട്ടില്ല. ചിലപ്പോ ഇവര് ആ റെസിപ്പി ആയിരിക്കും പറഞ്ഞോണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലവർക്കാണ് കുറച്ചും കൂടെ കുക്കിംഗ് സ്കില്ല് എന്നാണ് തോന്നുന്നു. അല്ല, ആ ടേസ്റ്റും അതെല്ലാം കിട്ടണമെങ്കിൽ ഇനി ചിലപ്പോ ബാംഗ്ലൂരിൽ നിൽക്കുന്നവർക്ക് അവർക്ക് ആടെ ജനിച്ചു വളർന്നവർക്ക് ആടത്തെ ടേസ്റ്റ് തന്നെ ആയിരിക്കും ബെറ്റർ. നമ്മളിവിടെ നിൽക്കുന്നോണ്ട് നമുക്ക് അങ്ങനെ തോന്നിയായിരിക്കാം. അതെ അതെ. വീണ്ടും തിരിച്ച് കോത്തായ്മക്കല്ല, ഓണക്കുന്നെത്തി. എല്ലാം കുന്ന് ആയതുകൊണ്ട് എല്ലാം മാറിക്കുന്നു.
മടിക്കുന്ന്. പണ്ട് നമ്മള് മടിക്കുന്ന് പറഞ്ഞ ഒരു കുന്നുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ പണ്ട് മഴക്കാലത്തെല്ലാം, അതായത് ചെറുതിൽ, അത് യു പിയിലും ഹൈസ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ സൈക്കിളെടുത്ത് അവിടെ പോകും. നമ്മൾ സൈക്കിളെടുത്ത് പോകാത്ത സ്ഥലമില്ല പണ്ട്. പക്ഷെ ഇപ്പോഴിടക്ക് നമ്മൾ പോലുണ്ട്. ഇപ്പോഴും നമുക്ക് രണ്ടാക്കും സൈക്കിളുണ്ട്. പക്ഷെ നീ പണ്ട് ഉപയോഗിച്ച സൈക്കിളിനെ, പക്ഷെ ഞാൻ മാറ്റി, സൈക്കിള് മാറ്റി. പക്ഷെ ഇടക്കിടക്ക് ഉപയോഗിക്കലില്ലോ. പക്ഷെ ഇപ്പം പിള്ളേരൊന്നും കാണാനില്ല. എല്ലാരും മൊബൈലിന്റെ മുന്നിലാണ്. പണ്ടത്തെ കാലമായിരുന്നു കാലം. അല്ല, നമ്മളെ പിള്ളേരെ കാണാനില്ല. പണ്ടത്തെ കാലമായിരുന്നു കാലം. നമ്മള് വീട്ടിലിരിക്കില്ല. എങ്ങനെ വന്നാലും എവിടെയും ഇറങ്ങും, എവിടെയും പോകും, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. നമ്മള് കണ്ണൂർ വരെ സൈക്കിൾ എടുത്തിട്ട് പോയി. അതായത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 55 അടുത്ത് ഉണ്ട്. ഒരു സൈഡ് 55 കിലോമീറ്റർ ഉണ്ട് ഒരു സൈഡ്. അപ്പം സൈക്കിൾ സർവീസ് ചെയ്യാൻ നമ്മള് കണ്ണൂർ വരെ ഒന്ന് പോയി സൈക്കിളും ചോട്ടിട്ട്. അതായത് ഒരു സൈഡ് 55 കിലോമീറ്റർ. അന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ചും വന്നു. വൈകുന്നേരം പറ്റി. ഇല്ല. അതായത് എന്നിട്ട് അമ്മ ആ ദിവസം തന്നെ തിരിച്ചും വന്നിനി. അതായത് രാവിലെ നമ്മള് എത്ര 6 മണിക്കാറ്റം പോയതല്ലേ? 6 മണി സമയത്ത് പോയതാ, വെളിച്ചുള്ള സമയത്ത്. ഓഫ്, പരിപ്പിളകി. അന്നേരം ഒരു ഭ്രാന്ത. അന്നേരം ഇങ്ങനെ ഒരു ഭ്രാന്ത. പ്രാവ്, മീൻ എനക്കില്ലേ ഇവന്. സൈക്കിള് തന്നെയാ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പ്രാവിനെയായിരുന്നു ഇത്. പിന്നെ ഒരു സമയം വന്നപ്പം പ്രാവിനെല്ലാം പിടിച്ചോണ്ടേ ഞാൻ നിർത്തി. പക്ഷെ ഇവന്റെ അടുത്ത് എല്ലാം ഉണ്ട്. പണ്ടുണ്ടായ എല്ലാം ഉണ്ട്. മീനുണ്ട്, പ്രാവുണ്ട്. മീനുണ്ട്, പ്രാവുണ്ട്, സൈക്കിൾ അടക്കമുണ്ട്. കോഴി ഉണ്ടായിന്, പക്ഷെ കുറുക്കം പിടിച്ചോണ്ട്. സോ നമ്മളങ്ങനെ കരുവള്ളൂർ കഴിഞ്ഞ് പാലക്കുന്നെത്തി. സോ ഇതാണ് നമ്മൾ ഹൈവേന്ന് കഴിഞ്ഞ് നേരെ ഈ സർവീസ് റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി നേരെ പോയി കഴിഞ്ഞാൽ കള്ളുഷാപ്പെത്തും. അങ്ങനെയാണ്. മഴക്കാലത്ത് ഇങ്ങനെ പഴയ ചായക്കട അല്ലെങ്കിൽ പഴംപൊരി കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ അടുത്തേ ഉള്ളൂ ദൂരം. അത്രേ ഉള്ളൂ. പക്ഷെ പഴംപൊരി വെച്ചാൽ അടിപൊളി പഴംപൊരി. അതുപോലെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സ്പോട്ട് ഉണ്ട്. അതായത് കള്ള് ഷാപ്പ്, പഴംപൊരി കട, അല്ലെങ്കിൽ ബീച്ച്. അതെ, നമ്മള് സ്ഥിരം സ്പോട്ട്. ഇവ നാട്ടിൽ വന്നാൽ മാത്രമേ അങ്ങോട്ട് പോവാറുള്ളൂ. നടന്നു പോന്നു. നാട്ടിൽ വന്നങ്ങനെ പോവാറുള്ളൂ അങ്ങോട്ടൊന്നും. ഞാനങ്ങനെ ഒറ്റക്ക് അധികം പോലില്ല. കറക്റ്റ് ടൈമാ. മഴ സമയത്ത് വെള്ളച്ചാട്ടത്തെല്ലാം പോകാൻ ഭയങ്കര. ഇവിടുന്ന് ഒരു ചൂരൽ വെള്ളച്ചാട്ടം, അങ്ങനെ കുറെ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ ഈ സൈഡിലെല്ലാം. അപ്പം അതെ, മഴക്കാലത്ത് അവിടെയൊക്കെ പോകാൻ നല്ല രസമാണ്. ഗൈസ്, ഇതാണ് നമ്മ എപ്പോഴും വരാറില്ല നമ്മളെ കള്ള് ഷാപ്പ്. വെള്ളച്ചാലാണ് ഈ കള്ള് ഷാപ്പ് ഉള്ളത്. നമ്മളങ്ങനെ കള്ള് ഷാപ്പിലെത്തി. സോ കള്ള് ഷാപ്പിൻ്റെ പുതിയ ബോർഡ് ഇത്, പഴയ ബോർഡ് ഇത്. നേരെ കള്ള് ഷാപ്പിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ. സോ കള്ള് ഷാപ്പിൻ്റെ ഇത് പഴയൊരു കള്ള് ഷാപ്പാണ്. അപ്പം ഇതാണ് നമ്മളെ കള്ള് ഷാപ്പ് വെള്ളച്ചാലിൽ. സോ നമ്മളിങ്ങനെ കയറിയ ഇവിടെയാണ് നമ്മൾ പൊതുവെ ഇരിക്കാറ്. പക്ഷെ നമുക്ക് കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്തിരിക്കാം ആയിരിക്കും നല്ലത്. മഴ സമയത്ത് 2 പട്ടികൾ. മഴ സമയത്ത് ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ ഒരു അളമ്പക്ക, ഒരു ചിക്കൻ, ഒരു ബീഫ്, പിന്നെ കപ്പയും മറ്റേ ഇതില്ലേ വെള്ളയപ്പം. പറഞ്ഞാ വെള്ളയപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നു, ഓർമ്മയില്ല. ഇല്ലടാ, ഞാൻ ജിമ്മിനും ഇല്ല, ഇത് മുറിഞ്ഞോണ്ട്.
ഇത് ഈ ടീഷർട്ട് ഇട്ടായിരിക്കും. ചില ടീഷർട്ട് ഇട്ടാ ചില ഷേപ്പ് ആയിരിക്കും എനിക്ക്. എനിക്ക് എങ്ങനെ ഉണ്ടാവില്ല. ചില ടീഷർട്ട് ഇട്ടാ സൈസായി സൈസായി. പുതിയ ഓ അങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ ഇതുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സ്കൂളായിട്ട് സംസാരിക്കുന്നു. അതായത് ക്യാമറ നോക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്ങനെ. അതായത് ആ സമയം ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഇപ്പൊ നല്ല വൃത്തി വരുന്നുണ്ട്. സിമ്പിളായിട്ട് സംസാരിക്കുന്നു. അല്ല ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല. ഓരോ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ റെഡി വരുള്ളൂ. സോ ഇതാണ് ഇവിടുത്തെ മെനു. അതാണ് ഇവിടുന്നും ഫാൽക്കണിന്നും ഇതുവരെ നമുക്ക് കഴിച്ചിട്ട് പണിയിട്ടില്ല. ഫാൽക്കൺ എന്ന് വെച്ചാൽ പിന്നെ ചെറുവത്തൂരുള്ള നമ്മള് വേറൊരു ഷോപ്പാണ്. ആ സ്പോട്ട് നമ്മൾ പറയാൻ വിട്ടുപോയി നേരത്തെ. അതെ, അൽഫാമിന്റെ മെയിൻ സ്പോട്ടാണ് നമ്മളെ. അതായിരിക്കും അറിയില്ല. അതായത് 2015 മുന്നേ നമ്മൾ പോലെ ഇത്ര വർഷം കഴിച്ചിട്ട് നമുക്ക് ഒരു പണി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് അടിപൊളി ഫുഡാണ്. അപ്പം ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ഇതുവരെ പണിയും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്. ഓഡിറ്ററി നല്ലൊരു കള്ള് ഷാപ്പ്. ഈ മോഡേൺ കള്ള് ഷാപ്പ് എന്നല്ല, ഇത്ര കൊല്ലങ്ങളായിട്ടില്ലാന്ന് തോന്നുന്നു. ഇതിന്റെ ചരിത്രത്തിനും അയാളോട് ചോദിക്കേണ്ടി വരും നമുക്ക്. നമ്മുടെ ഇവിടെ ഫുഡ് കഴിക്കാൻ മാത്രമേ വരുന്നുള്ളൂ. പണ്ടേ വരുന്നത്. പക്ഷെ ഇത് എത്ര കൊല്ലായെന്നൊന്നും നമുക്കറിയില്ല. അതാണ് പ്രശ്നം. പക്ഷെ അതാണ് സംഭവം. അങ്ങനെ അപ്പം നമുക്ക് ബാക്കി ഫുഡ് വന്നിട്ട് എടുക്കാം. നമ്മുടെ ഫുഡ് ഇവിടെ എത്തി. ഇത് കപ്പ, ഇത് വെള്ളയപ്പം, ഇത് ചിക്കൻ, ഇത് ബീഫ്. ചിക്കൻ ബീഫും മാറിയിട്ടില്ല. ഓക്കെ, ഇത് ഇളമ്പക്കം. ഇതെൻ്റെ മൈക്ക്. ഇപ്പം തുടങ്ങാം. ഇപ്പം ഇളമ്പക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഫോക്കസ് ഒന്നുമില്ല, കണ്ടാൽ മനസ്സിലാവും. അതായത് ചിക്കൻ. പക്ഷേ ഇത് ചിക്കൻ അല്ല, ഇത് ബീഫ്. ഇത് ചിക്കൻ, ഇത് വെള്ളയപ്പം. നമുക്ക് തുടങ്ങാം. ഭയങ്കര ടേസ്റ്റാണ്. നാടൻ ബീഫാണ്. അതായത് കടഷാപ്പിലാക്കുന്ന ബീഫ് നിങ്ങൾക്ക് തിരികെ എങ്ങനെ ആക്കാന്ന്. നാടനാണ്, എല്ലാം നാടനാണ്. ഒരു മോഡേൺ ഹോട്ടലിൽ നിന്നും നാടൻ ഫുഡിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അതിന് നിങ്ങൾ പഴയ ഹോട്ടലിൽ അല്ലെങ്കിൽ കള്ളുഷാപ്പിൽ തന്നെ വരണം. കള്ളുപിടിക്കാൻ നല്ല ഫുഡ് കഴിക്കാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇവിടെ തന്നെ വരാൻ സജസ്റ്റ് ചെയ്യാം. വേറെ എവിടെ എങ്ങനെയാണ് നമുക്കറിയില്ല. അതെ, അല്ലേ പണ്ടോ ഇത്ര അടിപൊളിയായിട്ട് ഇവരെ കുക്കിംഗ് ഭയങ്കര സംഭവമാണ്. പ്ലേറ്റ് കപ്പിയും കൂടെ വന്നു. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല എരിവ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ? പിന്നെയും കഴിക്കാൻ തോന്നും. അടുത്ത കുറച്ചും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന്. പാവം മക്കാനാണ്ടൊന്നും തിന്നാൻ കിട്ടുന്നുണ്ടാവില്ല. ഓ ശരിയല്ലോ, ഇവിടെ വന്നിട്ട് ശരിയാ. മൂന്നിനും വേറെ വേറെ ടേസ്റ്റാണ്. ബീഫ് കഴിഞ്ഞു. ബീഫ് ഭയങ്കര ടേസ്റ്റ്. അതായത് ആ വരട്ടിയ ടേസ്റ്റ്. മേക്ക് തൊട്ടാ പൂച്ച സാറാ. അത് എത്ര സെക്കൻഡറി വീശ് നമുക്ക് കാണാൻ പറ്റൂലേ. ഇളമ്പൊക്കെ ഭയങ്കര സീൻ.
ഇതാ കാണിച്ചു തരാം. ഇതൊക്കെ നോക്കി മഴ പെയ്യുന്നുണ്ടല്ലോ. ചിക്കനോ തരും. ഒടുക്കത്തെ ടേസ്റ്റാണ്. സ്ഥലം ഞാൻ പ്രോപ്പർ പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പേരിലാണ് പെട്ടെന്നൊരു സൗണ്ട് ചേഞ്ച്. അത് തിന്നാൻ കിട്ടുമ്പോൾ ചിലപ്പോൾ സൗണ്ടെല്ലാം മാറും. നമ്മളങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്തു. ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഓക്കെ, നമ്മൾ നേരെ വീട്ടിൽ പോലെ അതായത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. നേരെ വീട്ടിൽ പോലെ ഫുഡ് അടിപൊളി, ഒരു രക്ഷയില്ല. എരിയുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ അതിന് ടേസ്റ്റും ഉണ്ട്. വണ്ടികളുണ്ട്, പരിചയമുണ്ടല്ലോ. പക്ഷെ നമുക്ക് നഴ്സറിയും കൂടെ ഒന്ന് പോകണം. എന്നാ പോവാ, ഇപ്പൊ തന്നെ പോയിട്ട് നഴ്സറിയും കൂടെ പോയിട്ട് അവിടെ നേരെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ നഴ്സറിയിലാണ്. അതായത് പാലക്കുന്ന് നഴ്സറിയിൽ നമ്മളൊരു ചെറിയ ചെടി വാങ്ങാൻ എന്തോ വാങ്ങാൻ വന്നതാണ്, അതിനോട് പറഞ്ഞിട്ടില്ല എന്താണ്. അപ്പം ഇതാണ് നഴ്സറി. സോ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് നഴ്സറി. നമ്മൾ കള്ള് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ കയറി ഇവിടെയൊക്കെയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഇവൻ ലീവിന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കീച്ചേരി പോവും. അതുപോലെ തന്നെ നഴ്സറിയിൽ ഏതെങ്കിലും നഴ്സറിയിൽ വരും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാ തരം പ്രാന്തവും ഉണ്ട്. സോ ഇതാണ് ഇവിടുത്തെ നഴ്സറി. ഇവിടെ അത്യാവശ്യം എല്ലാം കിട്ടും. സോ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. ഇല്ല, ആ അതങ്ങനെയാണ്, വേണ്ടുന്ന സാധനം കിട്ടില്ല അല്ലേ? ചില സമയത്ത് വേണ്ടുന്ന സാധനം കിട്ടില്ല. ആ ഓ ഭയങ്കര മറ്റേ നാരങ്ങ നീരുന്നണം ആ ഫ്രൂട്ട്. മഴയെല്ലാം പെയ്ത് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, മഴ പെയ്തുകൊണ്ട്. ഈ നെറ്റാകുമ്പോൾ മെല്ലെ മെല്ലെ ഉറ്റി വീഴും. ഏതോ ഒരു മാവ്, പേരും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെടി മേടിച്ചാലും അങ്ങനെയാണ്. എന്നിട്ട് ചെടീനെ പറ്റി എന്നോടൊന്നും ചോദിച്ചാൽ തിരിയില്ല. ഇവന് അതിനെ കുറച്ചൊക്കെ അറിയാം, നല്ലോണം അറിയാം. അതായത് എന്നെക്കാട്ടും അറിയാം. അത്യാവശ്യത്തിൽ കൂടുതലറിയാം. ആ ചെടി അറിയാം, പ്ലാവ്. ആ പ്ലാവല്ലേ? ആ ഭാഗ്യം. അത് തെങ്ങല്ലേ? തെങ്ങല്ല, അത് മറ്റേ ഫാൻസി ഇതിനൊക്കെ എന്തോ സാധനം. കറിവേപ്പില. അത് കറിവേപ്പില അല്ലല്ല, അത് കറിവേപ്പില. ഇതോ അത് അതെനിക്കറിയില്ലടാ. വേപ്പാ? കുറുക്കുട്ടിയല്ലേ ഇത്? അല്ലല്ലേ, ഞാൻ പറഞ്ഞാ ഏതെല്ലാം. ഇത് മിറാക്കിൾ ഫ്രൂട്ട്, അത് വേപ്പ്, ഇത് കരിയാമ്പില്, അത് ചാമ്പക്കയാണ്. പ്ലാവ്, പേരക്ക, അതോ ഓറഞ്ച്. അതൊക്കെ ഓറഞ്ചല്ല, നാരങ്ങ കൊടുത്തു. ആയി പിടിക്കണം. നാരങ്ങ തേടിയാണ്. ഇതെന്താ സാധനം? ഏത്? ആ പിടിച്ചില്ലേ? അതെനിക്കറിയില്ല, എന്തോ അറിയില്ല. അങ്ങനെ പലതരം ചെടികൾ. എനക്കാകെ ഈ പ്ലാവ്, മാവ്, പ്ലാവ് എന്നല്ല, പാവ്, പ്ലാവ്, മാവ്, പേരക്ക, ചക്ക, മാങ്ങ, തേങ്ങ, ഇതെല്ലാം എനിക്കറിയും. ഇത്രയും ചെടികളുടെ പേരെങ്ങനെ ഓർത്ത് വെക്കില്ലല്ലേ? അത് ഇത്രയും ചെടികളുണ്ട് ഇടാ. ഇവിടുന്ന് തൊട്ട് അങ്ങേയറ്റം വരെ ഉണ്ട് ചെടികൾ. ഇതിൻ്റെയൊക്കെ പേര് ഓർത്ത് വെക്കാന്ന് വെച്ചാൽ, അതായത് ഒന്നിക്ക് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ ഇതാക്കണം, അല്ലെങ്കിൽ കേട്ട് പരിചയം. അതെ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കൊണ്ട് പഠിക്കണം. പിന്നെ എല്ലാത്തിനും തിരിയണം. ചിലപ്പോൾ ചില സമയത്ത് എല്ലാത്തിനും അത് മനസ്സിലാവണം. അതായത് ഇവിടുത്തെ സ്ലാങ് ഇങ്ങനെ തിരിയണം എന്ന് വെച്ചാൽ ചിലപ്പം കൊച്ചി സൈഡിലെല്ലാം ടേൺ ചെയ്യുക, അങ്ങനത്തെ അർത്ഥമായിരിക്കും. തിരിഞ്ഞു വരിക, റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ തിരിയണം എന്ന് വെച്ചാൽ മനസ്സിലാവണം.
ഈ ഭാഷ ഏടെ വെച്ച് മാറുന്നതാണ് എനിക്ക് ഇപ്പൊ തിരിയാത്തത്. അതെ അതെ, ഈ ഏത് സ്ഥലത്ത് വെച്ചിട്ട് ഈ മാറുന്ന മാതിരിയുണ്ട്. അതെ, ഓരോ സ്ഥലത്ത് വെച്ച് ഓരോരോ ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. സോ നമ്മൾ നഴ്സറി നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ഇവിടുന്ന് നേരെ പോയി ഇവിടുന്ന് യൂട്ടാണ്. ഇതെല്ലാം പ്രശ്നം. നമുക്ക് അപ്പുറത്തേക്ക് വളഞ്ഞു വരണം. ഇങ്ങനെ വന്നിട്ട് ആ ഫ്യൂച്ചർ ബോർഡിന്റെ താഴെ സർവീസിലേ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്നല്ലേ. ഗോകുൽ അല്ലേ? ഗോകുലം ഗ്രൂപ്പിന്റെ ഗോകുലം ഗ്രൂപ്പിന്റെ ബോർഡൊക്കെ ഉണ്ട് അവിടെ. മറ്റേ സൈലത്തിന്റെ പോലത്തെ ജയ് നീറ്റ് അങ്ങനത്തെ ഉണ്ടല്ലോ. നമ്മള് അക്വേറിയം ക്ലീൻ ആക്കുന്നൊന്നും എടുത്തിട്ടില്ല. അക്വേറിയം ഇവര് വന്നാടല്ലേ ആദ്യത്തെ പണിയെന്ന്. ആദ്യത്തെ പണി വെച്ചാ അക്വേറിയം ക്ലീൻ ആക്കുക. ജസ്റ്റ് മിസ് പഠിച്ചേനെ. ഇങ്ങനത്തെ എല്ലാം ഇതാക്കാൻ പറ്റില്ല ചിലപ്പോ. ഡാഷ് ക്യാമ മറ്റേ ഇതില് വന്നു കേട്ടോ, മറ്റേ മോഡിഫിക്കേഷനിൽ ഇപ്പം അനുവദിക്കാൻ പോകുന്ന മോഡിഫിക്കേഷൻ ഡാഷ് ക്യാം വന്നു. സീറ്റ് കവറൊക്കെ അതിനെല്ലായിരിക്കും. പിന്നെ ശരിയാ. പക്ഷെ അതിലെ ആൾക്കാരും കിട്ടണം മാറ്റി വെക്കാൻ. അങ്ങനത്തെ ആൾക്കാരിലുണ്ട് കൊറേ. ഇങ്ങനെ പോവാ. നമ്മളിപ്പം കാലിക്കട എത്തും. സോ അവിടെ നേരെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടേൺ എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ നാട്ടിലേക്കല്ല വഴി. ഇവിടെ ശരിക്കും ഡേഞ്ചർ എല്ലാം തോന്നല്ല, അറിയില്ല. പക്ഷെ ഇവിടെ വെച്ചാ വണ്ടി അതായത് കാണൂല അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതാ പ്രശ്നം. സ്കൂൾ തുറന്നു. സ്കൂളുണ്ട് പറയും പോലെ ഇന്ന് നമ്മ ഈ സ്കൂളൊന്നും, അതായത് നമ്മുടെ സ്കൂളിലൊന്നും കഴിഞ്ഞാന്ന് ഇനി സ്കൂളിൽ പോകാത്തന്ന് തിരിച്ച് ഇവൊന്നും പഠിച്ചിട്ട് അതായത് സ്കൂളിൽ കഴിഞ്ഞ. അപ്പം ഇപ്പൊ സ്കൂളിലൊന്നും സ്കൂള് തുറന്നെന്ന് ഓർമ്മയില്ല. ഞാൻ മറ്റേ പിലിക്കോട് സ്കൂളിൽ മറ്റേ യുവജനോത്സവമില്ല പ്രവേശനോത്സവത്തിന്റെ വ്ളോഗ് ചെയ്തതാണ്. അതുപോലെ മറന്നുപോയി ഞാൻ. ജൂൺ 1 പോയി പിള്ളേരെയും കൂട്ടി ചെയ്താ ലിനീസിന്റെ. വെറുതെ ഇങ്ങനെ എടുത്തതാ. അവര് ചേർന്നില്ല, നമ്മള് കാണാൻ പോയത്. അടുത്ത മഴ. അതാണ് കേരളത്തിൽ. അതാ, അതായത് ഡ്രൈനേജ് വെള്ളം കയറി ഫുള്ള് നിറഞ്ഞു മറിയും. ചളിയും കൂടി എന്തെല്ലാം ഉണ്ടാവൂല വെള്ളത്തില്. ഇവിടെ ഇങ്ങനത്തെ ചളിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ചവിട്ടിയൊന്നും പറ്റൂല. മണ്ണും വെള്ളം കുടിക്കാളുന്ന ചളിയായിരിക്കും. പക്ഷെ ആടെ വെച്ചാ ഡ്രൈനേജ്, അതായത് ഈ റോട്ടിന്റെ ഇതിലെ പോകുന്ന ഒരിത്. അതുകൊണ്ടും കേരളം തന്നെ ബെറ്റർ. പക്ഷെ സാലറിയുടെ കാര്യത്തിൽ ഒഴിച്ച് അല്ലേ. അതാണ് ഒരു IT ഹബ്ബാണ് ബാംഗ്ലൂര്. കേരളം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബാംഗ്ലൂര് പോകുന്ന പല ആൾക്കാരും കേരളത്തിൽ മാത്രമേ ജോലി ഉള്ളൂ. എറണാകുളം ഇങ്ങനെ വരുന്നുണ്ട്. അത്രേ കമ്പനി ഉള്ളൂ, അത്രയും സാലറിയും കൊടുക്കുന്നുള്ളൂ. ഓരോ പോസ്റ്റിനും ഓരോ സാലറി ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ ഫ്രഷറായിട്ട് കയറുമ്പോൾ അങ്ങനെ അത്ര സാലറി കൂടെ. അത് കേരളത്തിൽ അങ്ങനെയാണ്. അതെന്താ മാറാത്തെ? മാറുമായിരിക്കും. പെട്രോള്, പാല് ഇങ്ങനത്തെ കാര്യത്തിലേ പൈസ കൊടുക്കുന്നുള്ളൂ, സാലറി ഒന്നും കൊടുക്കുന്നില്ല. ഇന്ന് ഞാൻ ഒരു ട്രോള് വായിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞ അതിന് മാത്രമേ പൈസ കൂടുന്നുള്ളൂ. ബാക്കി ഒന്നിനും പൈസ കൂടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പം 15,000 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 30-40 ആക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ 30 ചെലവ്. പക്ഷെ ഇവിടെ 40 കിട്ടിയ സ്വർഗമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയാ ഫുഡും
അലക്കലും എല്ലാം എല്ലാം വീട്ടിൽ നിന്നാ. സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുന്ന സുഖം വേറെ അത് അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണ്, എന്തായാലും അങ്ങനെ. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സുഖം പറഞ്ഞാൽ എവിടെയും കിട്ടില്ല. ഇപ്പൊ മഴ തുടങ്ങി, നല്ല മഴ. നല്ല മഴ വെച്ചാൽ നല്ല മഴ. പെയ്യട്ടെ പെയ്യട്ടെ, അതാണല്ലേ. കറണ്ട് കറണ്ട് കൊണ്ടുവന്നാൽ മതി. ഈ പ്രദേശത്തെല്ലാം ചെറിയൊരു തുള്ളി വാരെ തന്നെ അപ്പൊ തന്നെ ഓഫാക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പം വേഗം വേഗം പൊട്ടി വീന്നുണ്ടാവും, പൊട്ടി പോകാനുള്ള മരമെല്ലാം ഉണ്ടാവും. അങ്ങനെല്ലാം. പിന്നെ നമ്മളെ സേഫ്റ്റിയും കൂടെ നോക്കുന്നുണ്ടാവും അവര് അല്ലേ? നോക്കുന്നുണ്ട്, ഉണ്ടാവുന്നല്ല. അതുകൊണ്ടാണ് പല സ്ഥലത്തും മരം പൊട്ടി വീണിട്ട് ലൈൻ കമ്പെല്ലാം വീണേക്കാം. അപ്പം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓഫാക്കാൻ. റോഡെന്ന് വെച്ചാൽ മൂടിയിട്ടല്ല, ഫുള്ള് മൂടിയിട്ടല്ല. റോഡൊന്നും കാണുന്നില്ല, ഒന്നും തിരിയുന്നില്ല. പിള്ളേരെല്ലാം പോകുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റേ AC മാറ്റിയിട്ട് കാണൂല. നല്ല കല്ല് മഴയാ കണ്ടാ. നല്ല മഴ, പെരുമഴ, പെട്ടെന്നൊരു മഴ. അങ്ങനെയാണ്. നമുക്ക് വീട്ടിലെത്തിരി ബാക്കിയെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മഴയത്ത് കേൾക്കലും ചെയ്യുന്ന നോയ്സ് ക്യാൻസലേഷൻ ഞാൻ ഓണാക്കിനി. നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഇത്, പക്ഷേ വലിയ രീതിക്കില്ല, എന്നാലും അത്യാവശ്യം എടുക്കും, നല്ല എടുക്കും. സോ ഗൈസ് വെക്കാം. സോ ഗൈസ് അപ്പം നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മൾ മീനിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസിൻ്റെ അക്വേരിയം. ഇത്ര വലിയ അക്വേരിയം. ഇത് രണ്ടാമത്തെ അക്വേരിയം, ഇത് മൂന്നാമത്തെ അക്വേരിയം. അവിടെ കുറച്ചും കൂടെ ഒരു സ്പേസും കൂടി ഉണ്ട്, അതും കൂടെ ഫില്ലാക്കാം. അതെ, നല്ല ഇപ്പം തന്നെ ഇത്രയും മീനായി. സോ പ്രാവാ കൂട്ടിലാണല്ലേ. മഴയാ ഫുള്ള്, നല്ല മഴ വെച്ചാൽ നല്ല മഴ. സോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ. ബൈ ബൈ ബൈ.